കണ്ണൂർ രാഷ്ട്രീയത്തിൽ കാലങ്ങളായിട്ട് നിലനിന്നു പോയ ഒരു സംഭവമാണ് രാഷ്ട്രീയ അക്രമവും അതിനെ തുടർന്നുണ്ടാകുന്ന കൊലപാതകങ്ങളുമൊക്കെ. ഇപ്പോൾ വീണ്ടും BJPയുടെ അല്ലെങ്കിൽ RSSൻ്റെ ഒരു സമുന്നതനായ നേതാവ് സി സദാനന്ദൻ രാഷ്ട്രപതിയുടെ പ്രത്യേക നിർദ്ദേശത്തെ തുടർന്ന് നാമനിർദ്ദേശം ചെയ്തതിലൂടെ രാജ്യസഭാ അംഗമായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യാൻ പോവുകയാണ്. സ്വാഭാവികമായിട്ടും കേരളത്തിലെ BJPക്ക് കിട്ടിയ വലിയൊരു അംഗീകാരമാണ് അദ്ദേഹത്തിൻ്റെ രാജ്യസഭാ അംഗത്വം. പക്ഷേ അവിടെ ചർച്ചയാകുന്നത് അദ്ദേഹത്തിൻ്റെ രാജ്യസഭാ അംഗത്വം മാത്രമല്ല, കണ്ണൂർ രാഷ്ട്രീയത്തിലെ അക്രമത്തെക്കുറിച്ചാണ്. എന്താണ് പ്രിയന് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? അതായത് സദാനന്ദൻ മാസ്റ്ററെ ഇപ്പോൾ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് ഇടതുപക്ഷത്തിൻ്റെ കൃത്യമായ ആസൂത്രണമുണ്ട്. ഇടതുപക്ഷം ചില മാധ്യമങ്ങളിൽ, പ്രധാനപ്പെട്ട ചില ദൃശ്യ മാധ്യമങ്ങളിലെല്ലാം നുഴഞ്ഞു കയറി അവിടെ സദാനന്ദൻ മാസ്റ്റർക്കെതിരെ അദ്ദേഹത്തെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ ചിത്രീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. അക്രമ രാഷ്ട്രീയത്തിൻ്റെ ആളാണ് അദ്ദേഹം എന്ന് പറഞ്ഞിട്ട് ഇവർ പറയുമോ പുഷ്പൻ അക്രമ രാഷ്ട്രീയത്തിൻ്റെ ആളാണ് എന്ന് പറഞ്ഞ് അവർ അംഗീകരിക്കുമോ? പുഷ്പൻ അക്രമ രാഷ്ട്രീയത്തിൻ്റെ ഇരയായ ആളല്ലേ. അതുപോലെ അക്രമ രാഷ്ട്രീയത്തിൻ്റെ അല്ല, പോലീസ് അതിക്രമത്തിൻ്റെ അവിടെ അക്രമ രാഷ്ട്രീയമൊന്നും ഇല്ലായിരുന്നു. ഇവർ ഇയാളെ മന്ത്രിയായിരുന്നപ്പോഴത്തേക്കും ആക്രമിക്കാൻ നോക്കിയപ്പോൾ വെടിവെപ്പുണ്ടായി, അവിടെ വലിയ പ്രശ്നമുണ്ടായി. അങ്ങനെയാണ് കൊല്ലപ്പെടുന്നത് ഇവർ, കൂത്തുപറമ്പ് രക്തസാക്ഷികൾ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.